മമ്മൂട്ടി മടങ്ങിയെത്തുന്നു എന്ന വാർത്തയാണ്. ഇപ്പോൾ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ നമുക്കൊപ്പം ചേരുകയാണ്. ജോഫിൻ, മമ്മൂട്ടി അദ്ദേഹം തിരിച്ചു വരുന്നു. കുറച്ചുനാൾ വിശ്രമത്തിലായിരുന്നു. നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം പകരുന്ന വാർത്തയാണ് ആൻഡ്രോ ജോസഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഒരുപാട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ മാസങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും മലയാള സിനിമ മുഴുവനും മലയാളികൾ മുഴുവനും കാത്തിരിക്കുന്നത് ഈ ഒരു തിരിച്ചുവരവിന് വേണ്ടിയായിരുന്നു. അപ്പൊ ഇന്നിപ്പോ അത്തരത്തിലൊരു വാർത്ത കേൾക്കുന്നത് വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? നമുക്ക് ഈ അദ്ദേഹത്തെ കുറിച്ചുള്ള ഇന്റർവ്യൂസ് നിങ്ങളൊക്കെ പറയുന്നത് അതൊക്കെയാണ് നമുക്ക്. അപ്പോൾ അതിലൂടെ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ വളരെയധികം മികച്ചു നിൽക്കുന്ന, ഒരു നടൻ എന്നതിലപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ മികച്ചു നിൽക്കുന്ന ഒരു ഫാമിലി മാൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലേ? അതെ അതെ. എന്നെ സംബന്ധിച്ച് അപ്പോൾ എന്റെ ആദ്യ സിനിമ പ്രീസ്റ്റ് ആയിരുന്നു. പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഞാൻ സംവിധായകനായിട്ട് മലയാള സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ എന്റെ ആദ്യ സിനിമയിലെ നായകൻ എന്നതിനേക്കാൾ ഉപരി ഇപ്പൊ എന്റെ രണ്ടാം സിനിമ രേഖാചിത്രം കണ്ടവർക്ക് അറിയാം. ആ സിനിമ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ എല്ലാവരും പറഞ്ഞിട്ടുള്ളതിൽ കൂടി ആ സിനിമ സംഭവിക്കണം ഉണ്ടായിരുന്നെങ്കിൽ അത് മമ്മൂക്കയുടെ ഒരു എസ് കിട്ടിയത് മാത്രമായിരുന്നു സിനിമ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആ സിനിമയ്ക്ക് മമ്മൂക്ക ഈ രേഖാചിത്രത്തിനൊക്കെ ഒരുപാട് വർഷം മുമ്പ്, 4 വർഷം മുമ്പ് തന്നെ അത് ഓക്കെ പറയുകയും പിന്നീട് ഓരോ തവണ എന്റെ അടുത്ത് അപ്ഡേറ്റ് ചോദിക്കുകയും അവസാനം റിലീസായ സമയത്ത് ഈ സിനിമയുടെ മമ്മൂക്ക ഭാഗമല്ലാതിരുന്ന ഒരു സിനിമയാണ് രേഖാചിത്രം. മമ്മൂക്കയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സിനിമ സംഭവിക്കുള്ളൂ. പക്ഷേ എങ്കിലും മമ്മൂക്ക അഭിനയിക്കാത്ത ഒരു സിനിമയാണ്. അതിൽ ഒരു ഡയലോഗ് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു അതായിരുന്നു മമ്മൂക്കയുടെ ഉണ്ടായിരുന്നത്. പക്ഷെ മമ്മൂക്ക അതിന്റെ പ്രൊമോഷന് 2 തവണ വരികയും ഞങ്ങളെ വീട്ടിൽ വിളിക്കുകയും നമുക്ക് ആ സിനിമ കണ്ട് ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുകയും ഞാൻ ഈ പറയുന്ന സമയങ്ങളിലൊക്കെ മമ്മൂക്കയെ ദുബായിലൊക്കെ വെച്ച് കാണുകയും അങ്ങനെ ഞങ്ങളുമായിട്ട് ഭയങ്കര സൗഹൃദം, ഭയങ്കര എന്നോട് പേഴ്സണലി എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ ഒരു സ്നേഹവും അതേ സ്നേഹം തിരിച്ചു കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ അത് ഈ പറയുന്ന ഇങ്ങനെ നമുക്ക് ഇപ്പോ പൂർവാധീന ശക്തിയോടെ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അതിന്ന് ആൻഡ്രോ ചേട്ടൻ വിളിച്ചു പറഞ്ഞ സമയത്ത് ഒരുപാട് സന്തോഷം. ഞങ്ങൾ അത് വെയിറ്റ് ചെയ്യായിരുന്നു മമ്മൂക്കയുടെ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട്. താങ്ക് യു ജോഫിൻ, ഞങ്ങളോട് സംസാരിച്ചത്. ജോഫിൻ ടി ചാക്കോയാണ് സംസാരിച്ചത്. എന്തായാലും ഒരുപാട് പേർക്ക് സന്തോഷം പകരുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആൻഡ്രോ ജോസഫാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായും മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അതിലേറെ സന്തോഷം തരുന്നു. കാരണം അത്രത്തോളം ജീവിതത്തെ സ്നേഹിച്ച, എല്ലാ രീതിയിലും ചിട്ടയോടെ ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസുഖം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ആശങ്കയുണ്ടായിരുന്നു. പ്രായത്തിനപ്പുറം ട്രെൻഡായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രായത്തിനപ്പുറത്തേക്ക് സഞ്ചരിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് ഈ പുതിയ പിറന്നാളിന്, അദ്ദേഹത്തിൻ്റെ പിറന്നാൾ സെപ്റ്റംബർ 7-ാം തീയതി വരാനിരിക്കുകയാണ്. അത് വളരെ സ്പെഷ്യലാക്കാനാണ് എന്തായാലും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ തീരുമാനം. രക്തദാനം അടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പ്ലാനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. പലയിടത്തും തുടങ്ങിയതായാണ് നേരത്തെ അദ്ദേഹത്തിൻ്റെ PRO സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൂടിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം, അത് ആരാധകർ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. അത് ഉടൻ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഇനി ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം പകുതി ആക്കി വിശ്രമ ജീവിതത്തിലേക്ക് പോയ ഒരുപാട് ചിത്രങ്ങൾ ബാക്കി കിടക്കുന്നു. ഇനിയും അത് വരാൻ, അതിലേക്കൊക്കെ നമ്മൾ കാത്തിരിക്കുന്നു. അപ്പം അതിൻ്റെ ഏതൊക്കെ പ്രൊമോഷനിലേക്ക് അദ്ദേഹം എത്തും, ഏത് വേദിയിലായിരിക്കും അദ്ദേഹം ആദ്യം എത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിൽ തന്നെയാണുള്ളത്. എന്നാണ് കേരളത്തിലേക്ക് മടങ്ങുക എന്ന കാര്യത്തിൽ, ഡേറ്റിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. അദ്ദേഹത്തിന് എന്തായാലും വിശ്രമം ആവശ്യമുള്ള സമയമാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും മാറി എന്നതിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സ. ഇപ്പോൾ ആൻഡ്രോ ജോസഫാണ് ഇത് ഫേസ്ബുക്കിലൂടെ പുറം ലോകത്തേക്ക് എത്തിച്ചത്. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു, ദൈവത്തിന് നന്ദി എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിന് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന മമ്മൂട്ടി ആരാധകർ, സിനിമ ആരാധകർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ശരി, രമേശ് പിഷാരടി, നമുക്കറിയാം മമ്മൂട്ടിക്കൊപ്പം എപ്പോഴും നമ്മൾ കാണുന്നതാണ്. അദ്ദേഹം മമ്മൂട്ടിക്കൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ റിസൾട്ട് എല്ലാം നെഗറ്റീവാണ് എന്ന ഏറ്റവും സന്തോഷകരമായ, ആശ്വാസകരമായ വാർത്തയാണ്. അദ്ദേഹം എല്ലാ അസുഖങ്ങളും മാറി, എല്ലാ ബുദ്ധിമുട്ടുകളും മാറി മടങ്ങി വരുന്നു എന്ന വാർത്ത, മടങ്ങി വന്നിരിക്കുന്നു എന്ന വാർത്തയാണ്. അദ്ദേഹം ഇനി ഉടൻ തന്നെ സിനിമയിൽ സജീവമാകും.
പൊതുവേദികളിൽ സജീവമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഉടനെ തന്നെ. എന്തായാലും ആൻഡ്രൂ ജോസഫിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വളരെയധികം എല്ലാവരിലും ആശ്വാസമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന ഒന്നാണ്. ഒരു നടൻ എന്നതിലുപരി പൊതുരംഗത്ത് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, പൊതുവേദികളിൽ നമ്മൾ സ്ഥിരമായി കാണാറുള്ള മമ്മൂട്ടി വീണ്ടും തിരിച്ചെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതം ഒരു 6 മാസമായിരുന്നെങ്കിൽ പോലും അത് വളരെ വലിയ വിടവ് എന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരൊക്കെ പറഞ്ഞത്. നോക്കിയിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവ്. അതുണ്ടാകുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത അതാണിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ്രൂ ജോസഫാണ് ഈ വിവരം ഫേസ്ബുക്കിലൂടെ പ്രേക്ഷകരെ അറിയിച്ചത്. ആൻഡ്രൂ ജോസഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ. അതിന് താഴെ ഒരുപാട് പേർ കമൻറ്റുകളുമായി എത്തുന്നു. മമ്മൂട്ടിയുടെ മടങ്ങിവരവ് അത് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ. ലോകമെമ്പാടുമുള്ള മലയാളികൾ അത് ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പരിശോധനാ ഫലങ്ങളും അത് നെഗറ്റീവായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം, ആശ്വാസം. ഇപ്പോൾ ഫിലിം PR പ്രതീഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രതീഷ്, ഈ ആൻഡ്രൂ ജോസഫിൻ്റെ ഒരു പോസ്റ്റ് അത് ഒരുപാട് പേർക്ക് സന്തോഷവും ആശ്വാസവും ഒക്കെ പകരുന്നതാണ്. മമ്മൂക്ക തിരിച്ചു വരികയാണ്, എന്താണ് പ്രതികരിക്കാനുള്ളത്? സത്യം, എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും എനിക്കും സ്പെഷ്യലി വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ് അത്. കാരണം നമ്മൾ ഓരോരുത്തരും കുറച്ച് നാളായിട്ട്, കാരണം അതിന് കുറച്ച് ദിവസങ്ങൾ പോലെ ആണെങ്കിലും നമുക്ക് മമ്മൂക്ക സിനിമയിൽ ആ ദിവസങ്ങളിൽ ഒരു അഭാവം ഉള്ളപ്പോഴേക്കും നമുക്കതൊരു വലിയ അഭാവം തന്നെയായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ്, ഒന്ന് മമ്മൂക്കയും ഒന്ന് ലാലേട്ടനും. അപ്പൊ അതിൽ മമ്മൂക്ക കുറച്ച് നാളത്തെ ഒരു ഇടവേള കഴിഞ്ഞ് ഒരു വൻ തിരിച്ചുവരവായിരിക്കും നടത്തുന്നുള്ള സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസം ജിതിന്റെ പടം കളങ്കാവലിന്റെ ഒരു പോസ്റ്ററിലൂടെ അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത്. എനിക്കൊന്നൊരു വലിയ കംബാക്ക് തന്നെയായിരിക്കും മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് വരാൻ വേണ്ടി പോകുന്നത്. കാരണം അദ്ദേഹം പ്രത്യേകിച്ച് ഓരോ പടത്തിന്റെ പ്രൊമോഷൻ നടക്കുമ്പോഴും പ്രേക്ഷകർക്ക് എന്ത് വേണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ പ്രൊമോഷൻ സ്ട്രാറ്റജി പോലും അവലംബിക്കുന്നത്. അതിന് ഒരു പ്രസ് മീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആയിക്കോട്ടെ, അത് പ്രേക്ഷകരിലേക്ക് വിട്ടുകൊടുത്താണ് ഒരു പടത്തിന്റെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് മമ്മൂക്ക. അപ്പം പ്രേക്ഷകർ അത്രമാത്രം സ്നേഹിക്കുന്ന, പ്രേക്ഷകർ അത്രത്തോളം സ്നേഹിക്കുന്ന ആ മഹാനടന്റെ മടങ്ങി വരവിന് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. കാരണം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മളിൽ നിന്ന് ഒന്ന് മാറി അദ്ദേഹം ഒന്ന് വിശ്രമത്തിലായത്. പക്ഷെ അതിനെക്കാട്ടിയും വലിയ രീതിയിലുള്ള ഒരു കംബാക്ക് കളങ്കാവലിലൂടെ അദ്ദേഹം തിരിച്ചു തരുമെന്ന് ഉറപ്പാണ്. പിന്നെ മഹേഷ് നാരായണന്റെ പടത്തിലും അദ്ദേഹം നല്ല റോൾ